ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2309. ഏപ്രിൽ മാസം 27-ാം തീയതി 117-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുവേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഭൗതികമായ വിഭവങ്ങളും ഭൗതികമായ കാര്യങ്ങളും മനുഷ്യൻ എന്തുമാത്രം വേണം, അതിനുമപ്പുറത്ത് പ്രാധാന്യത്തോടെ പ്രധാനപ്പെട്ട ഇനമായി നമ്മൾ ആത്മീയ ഭക്ഷണത്തെയും ആത്മീയ അപ്പത്തെയും പരിഗണിക്കണ്ടേ. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം, അതിനകത്ത് യേശു പറയുകയാണ്, നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഭക്ഷണം എനിക്കുണ്ട്. ഗുരു, ഭക്ഷണം ഇതാ, കഴിച്ചാലും എന്ന് ശിഷ്യന്മാർ പറയുമ്പോഴാണ് യേശുവിൻ്റെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം. നമ്മളെപ്പോലെ തന്നെയായിരുന്നു അന്ന് അവരിങ്ങനെ കരുതുകയാണ്, നമ്മൾ ഭക്ഷണം വാങ്ങാനായിട്ട് പട്ടണത്തിലേക്ക് പോയി തിരികെ വന്ന ഈ ഇടവേള മറ്റാരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അവരെപ്പോഴും അവരുടെ പരിമിതികൾക്കകത്ത് നിന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മളെപ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ നിന്നൊന്ന് പുറത്തു കിടക്കുന്നത്. അതിനും അപ്പുറത്തൊരു വിശാലമായ വിസ്തൃതമായ ആകാശമുണ്ട് എന്നൊരു ധാരണയില്ല. വിശാലമായ അറിവിൻ്റെ ഒരു ലോകമുണ്ടെന്നും അവസ്ഥയുണ്ടെന്നും അനുഭവമുണ്ടെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശിഷ്യന്മാരുടെ ഒരു പരിമിതിയും കൂടിയാണ് നമുക്ക് ഈ ഒരു വേദഭാഗത്ത് നിന്ന് പിടുത്തം കിട്ടുക. അവന് ഭക്ഷിപ്പാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തിരിക്കും. ഭൂമിയിലെ മനുഷ്യർ എന്തുമാത്രം തെറ്റിദ്ധാരണകളിലൂടെ ജീവിക്കുന്നവരാണ്. ഓരോരുത്തരും അവനവന് ഇണങ്ങിയ വിധത്തിലും അവനവന് ഇഷ്ടപ്പെടുന്ന വിധത്തിലും അവനവന് സാധിക്കുന്ന വിധത്തിലുമാണ് പലതും ചിന്തിച്ച് ആലോചിച്ച് ഒരു നിഗമനത്തിൽ എത്തുന്നത്. അതോടെ ക്ലോസ് ചെയ്യുക. അവനവനെ കൊണ്ട് പറ്റാവുന്ന അവനവന്റെ പരിമിതിക്കകത്ത് ശരിക്കും ഒരു തടവറ പോലെ ആക്കി അതിനകത്ത് നമ്മളെ തന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്കകത്ത് ഓരോ നിഗമനങ്ങളിൽ എത്തുക, അനുമാനങ്ങളിൽ എത്തുക. അവന് ഭക്ഷണം ആരോ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എത്ര എളുപ്പത്തിലാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം ലൈവായൊരു കാലത്ത് എൻ്റെ തോന്നലുകളൊക്കെ എത്ര വേഗമാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതിങ്ങനെ വായുവിലൂടെ പറന്നു പോവുകയല്ലേ. കുറെ കൂടി ഒരു ശ്രദ്ധയും കുറെ കൂടി ആഴപ്പെട്ട ചില അന്വേഷണങ്ങളുമൊക്കെ വേണ്ട. യേശു അവരെ തിരുത്തുകയാണ്, എൻ്റെ ആഹാരം നിങ്ങൾ ഉദ്ദേശിച്ച ഭൗതിക ആഹാരമല്ല, എൻ്റെ ആഹാരം എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവ പൂർത്തീകരിക്കുകയുമാണ്. അവനവന്റെ ഊഹത്തിനനുസരിച്ച് അവനവന്റെ ബോധത്തിനനുസരിച്ച് മാത്രം പുറത്തുള്ള വ്യക്തികളെയോ കാര്യങ്ങളെയോ വിലയിരുത്താതിരിക്കുക. ഒരു അവസാന നിഗമനത്തിലേക്ക് ധൃതിയിൽ എത്താതിരിക്കുക. ക്രിസ്തു ശിഷ്യന്മാരെ ആ ഗുരു എങ്ങനെയാണ് ഒന്ന് തിരുത്തി നേരെയാക്കാൻ ശ്രമിക്കുന്നത്. ആമേൻ.